ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ആരോപിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ആ യുവാവിന്റെ കുടുംബം. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക് തെറ്റ് ചെയ്തിട്ടില്ല എന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയുണ്ടായതെന്നും ഈ കുടുംബം ആരോപിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും കുടുംബം വലിയ രീതിയിൽ അസ്വസ്ഥമാണ്. അവർ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരം മണൽത്താഴം സ്വദേശിയാണ് ദീപക്. 42 വയസ്സായിരുന്നു. ആ ദീപകിന്റെ മരണത്തിലാണ് കുടുംബം നിയമ നടപടികൾക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ യുവതി പങ്കിട്ട വീഡിയോയിൽ അപമാനം നേരിട്ട ശേഷം ദീപക് ഞായറാഴ്ച ജീവനൊടുക്കുകയായിരുന്നു. ഉള്ളാട്ടുതൊടി ജോയിയുടെയും കന്യകയുടെയും ഏക മകനാണ് ഈ 42-കാരനായ ദീപക്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ സ്വകാര്യ വസ്ത്ര സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവായി ദീപക് ജോലി ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച ഈ ജോലിയുടെ ആവശ്യത്തിനായാണ് ദീപക് പയ്യന്നൂരിലേക്ക് പോയത്. പിന്നീട് ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചതായി ആരോപിച്ച് അരീക്കോട് സ്വദേശിയായ യുവതി ഒരു വീഡിയോ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ സംഭവത്തിന്റെ വിശദീകരണവും വിലയിരുത്തലുമായി ശനിയാഴ്ച യുവതി പിന്നീട് വേറൊരു വീഡിയോ കൂടി പുറത്തുവിട്ടു. ഇതോടെയാണ് ദീപക് മാനസിക സംഘർഷത്തിലായതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത്. തെറ്റായ ആരോപണമാണ് യുവതി ഉയർത്തിയതെന്നും ദീപക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്നും ബന്ധുക്കൾ പറയുന്നു. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നും അതിൽ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായുമാണ് ബന്ധുക്കൾ പ്രതികരിച്ചത്. ദൃശ്യം പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കേസ് നൽകുമെന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ പിതാവ് പറഞ്ഞു. രാജായിട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് അത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മോൻ പോയിരിക്കുന്നു. അതിൻ്റെ എല്ലാ നടപടികളും അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ വെറുതെ ആ പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കാൻ വേണം, അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിന് നുള്ളി കളയണം. അങ്ങനെ വിട്ടാൽ കുട്ടികൾക്ക് തലയിൽ കയറി കാണും. ഇങ്ങനത്തെ തന്നെ സ്വഭാവമായിരിക്കണം. നമുക്ക് ആകെ ഒരു മോനുള്ളൂ. അവരാണ് എല്ലാം ഈ കുടുംബം തന്നെ നടത്തിക്കൊണ്ടുപോണത്. എല്ലാ കാര്യത്തിനും നോക്കിയിട്ടൊക്കെ ഞാനാണെങ്കിൽ രണ്ടാൾക്കും വെച്ചാൽ സുഖമില്ല. അങ്ങനെ അവൻ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് അവനാണെങ്കിൽ ഒരാളോടും ഇതില്ലാത്തൊരു കുട്ടിയാണ്. മറ്റേ ഒരു ചീത്ത സ്വഭാവം അങ്ങനത്തെ ഒരു ഇതില്ലാതെ നല്ല ഇതിൽ നടക്കുന്ന കുട്ടിയാണ്. അതിങ്ങനെ പറ്റി പുറത്ത് ഇത് വീഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായാലും അവർക്കൊരു മാനക്കേടാണല്ലോ. ആദ്യം സഹിക്കാൻ വയ്യാതെയായി ഈ സംഭവം ഉണ്ടാക്കിയത്. ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തെ കുറിച്ചൊക്കെ അറിയാൻ കുടുംബം വൈകിപ്പോയി എന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കിടപ്പുമുറിയിലേക്ക് പോയ ശേഷം പിറ്റേന്ന് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ദീപകിനെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീഡിയോ പ്രചരിക്കുന്ന വിവരം സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമാണ് ദീപക് ആദ്യം അറിയുന്നത്. അതിന്റെ വലിയ മനോവിഷമം ഉണ്ടായിരുന്നു എന്നിപ്പോൾ ബന്ധുക്കൾ പറയുന്നു. എന്തായാലും സമൂഹ മാധ്യമം ഉപയോഗിക്കാത്ത മാതാപിതാക്കൾ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാനായില്ല ഈ വിഷയത്തിൽ എന്നതാണ് അവർ പറയുന്നത്. വർഷങ്ങളായി ദീപകിനെ അറിയാമെന്നും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി തുടർച്ചയായി നടത്തിയതെന്നുമാണ് മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. ദീപക് ജോലി ചെയ്തു വന്ന വസ്ത്രസ്ഥാപനത്തിലെ ഉടമകളുമൊക്കെ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പങ്കുവച്ചത്. അമ്മ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിന്റെ. അപ്പോൾ അമ്മനോടും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത്. അമ്മ പുറത്ത് പോരൊന്നും വേണ്ടെന്നുള്ളത് ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആരതും കേൾക്കാതെയാണ് ആൾ ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിഷയം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് വിഷയത്തിൽ പ്രതികരിച്ചു. നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. ഒന്ന്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. 2, ഇതില് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ളത്
നമുക്ക് അതിലൂടെ മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് പോലീസ് കണ്ടെത്തും. വ്യാജ പരാതികൾ, വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ കേസെടുത്തിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ. ദീപകിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണം എന്ന പേരിലാണ് ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനുള്ള BNS 194 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയ ശേഷം ബന്ധപ്പെട്ടവരുടെ മൊഴി കൂടിയെടുത്ത ശേഷം കേസിൽ തുടർ നടപടി സ്വീകരിക്കും എന്ന നിലപാടാണ് പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. സമൂഹമാധ്യമത്തിൽ വീഡിയോ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രത്യേക FIR വേണമോ എന്നതിൽ പിന്നീട് ആയിരിക്കും ഒരു തീരുമാനമുണ്ടാവുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദീപകിന്റെ കട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും കേസന്വേഷണത്തിന്റെ ഭാഗമായി എന്തായാലും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഞായറാഴ്ച രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുകയാണ്. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറും സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തി പരത്തിയതിന് യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൌൺസിലർ T. റെനീഷ് ആവശ്യപ്പെട്ടു. ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മെൻസ് കമ്മീഷൻ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. എന്തായാലും മെൻസ് കമ്മീഷൻ ഇതിൽ വലിയ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. നമ്മളിപ്പോ ഒരു കാര്യം കൂടിയുണ്ട്, ഞങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോ അതിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ആദ്യം പ്രതികരിക്കാതെ ഇത് വീഡിയോ ആയി ചിത്രീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായി ആ പെൺകുട്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, സമൂഹ മാധ്യമത്തിന് റീച്ച് നേടുന്നതിനു വേണ്ടി ഇത് ഉപയോഗിച്ചു എന്നതാണ്. ഇത് ഈ രീതിയിലാണോ ഒരു വിഷയം ഉണ്ടായാൽ പ്രതികരിക്കേണ്ടത്? നിയമ നടപടികളിലേക്ക് പോകാം. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരു ജീവൻ അതുമൂലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേസെടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർക്ക് എതിരെ നടപടി ഉണ്ടാകട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.